സാറേ ഞാൻ ഇപ്പം തക്കളി സ്കൂളിൽ വിടാൻ വരും. അപ്പോഴേ കാണാം, ഞാൻ കൊണ്ടുവരാം. ഓ ശരി ശരി, നീ നേരത്തെ എത്തണേ, ലേറ്റാവില്ല. ഓക്കെ. ഇതെന്തോന്ന് എഴുതുന്നേ? ഹോംവർക്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് എഴുതി വെക്കണം. അല്ല, സ്കൂളിൽ പോകുന്ന സമയത്തല്ല ഹോംവർക്ക് എഴുതേണ്ടത്. എഴുതി പക്ഷെ ഒന്നുകൂടെ നീറ്റ് ആയിട്ട് നിനക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പം എന്ത് സമയമായില്ലല്ലോ. സമയമായില്ലേ? ഇല്ല. നീ എപ്പോഴാവുന്നാണ്? കുളിച്ചാ? എനിക്ക് ഡ്രസ്സ് മാറ്റിയാൽ മതി. എനിക്ക് വഴിക്ക് വേറെ ആവശ്യങ്ങളുണ്ട്. നിന്നെ സ്കൂളിൽ വിട്ടിട്ട് കളിക്കുന്നു. തങ്കം ഡേ എന്താ തട്ട് തേച്ചാ? എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്ക് 2 കൈയ്യനുള്ളൂ, നിനക്ക് മാത്രമല്ല. നിങ്ങൾക്കുണ്ടല്ലേ 2 തേച്ചാന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. പോയി അന്വേഷിക്ക് തേച്ചെങ്കി. നിന്റെ ഇതുവരെ എഴുതി കഴിഞ്ഞില്ലല്ലോ. ഞാൻ കഴിഞ്ഞു. മറ്റേ കൂടെ കുറെ കൂടുതലാ തക്കളിക്ക് കേട്ടാ. നേരെ ഇരിക്കാൻ. എനിക്ക് എഴുതണ്ടേ? നിന്റെ മുഖം എന്ത് കടന്നൽ കുത്തിയോളം ഇരിക്കണേ? എന്റെ മുഖത്ത് കടന്നല് കുത്തി, അതുകൊണ്ട്. ഓ അമ്മ ഞാൻ ചെയ്തോളാം. എന്നാ ചെയ്യ അങ്ങോട്ട്. ഇതെന്തിനീ കൊച്ചിന്റെ അടുത്ത് ദേഷ്യം തീർക്കണം? നിനക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടോ എന്നോട് പറയണം. നിങ്ങൾക്കൊക്കെ എന്തറിയണം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? വെളുക്കുമ്പോൾ മുതൽ പണിയെടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. 5 മണിക്ക് എഴുന്നേക്കണത് ഞാൻ. ചോറിന് ചോറ് മിണ്ടോ അവിടെ നിന്ന് കൽപ്പിക്കുള്ളൂല്ലോ. ചോറ്, ചായ, ഊണ് എല്ലാം മുമ്പിൽ അങ്ങ് വരണല്ലോ. 5 മണിക്ക് എഴുതുന്ന സമയം തികയണമെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാം ചെയ്തു തുടങ്ങണം. അപ്പൊ കറക്റ്റ് സമയം കിട്ടും. എന്താ എഴുന്നേക്കാത്തത്? ഞാൻ എനിക്ക് വേറെ ആവശ്യം. ഇതിന്റെ ഇടയ്ക്ക് തയ്ക്കണം. ഞാനിരുന്ന് തയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ അതിലും ഫസ്റ്റ് മുള്ളയിൽ നിന്നാ വരുള്ളൂ. കൊണ്ടുവരുമ്പോ തന്നെ സാധനം തിരിച്ചു കൊണ്ടുപോകണം. ഭ്രാന്ത് പിടിക്കണ്ട എനിക്ക്. എന്നാ എന്റെ വിഷമം കാണാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാളും ഇല്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം. കർത്താവിനെ ഓർത്ത് നീ ഒരു കാര്യം ചെയ്യും. തയ്ക്കാൻ കൊണ്ടുപോകേണ്ടത് തയ്ക്കാൻ പറ്റില്ല, ഇവിടെ തയ്യൽ നിർത്തി എന്ന് പറ. പ്രശ്നം പിന്നെ അയ്യോ, ചന്തേക്കാൾ കഷ്ടം തന്നെ. അവിടെ നിന്നപ്പോ കേക്കാല്ലോ നിങ്ങൾക്ക്. എന്താണെന്ന് മോളോട് തന്നെ ചോദിക്കും എന്താണ് കുഴപ്പം. അല്ല, നിങ്ങൾക്ക് 2 പേർക്കും എന്തിന്റെ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ രാവിലെ പോലെ ഇവിടെ എല്ലാരും ചാടി കടിക്കാൻ നിൽക്കുകയാണ്. എന്തിന് ചാടി കടിക്കണതല്ലാമേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ കേൾക്കാൻ ഒരാളും ഇല്ല. ഞാൻ ഇങ്ങനെ പട്ടീനെ പോലെ പണിയെടുക്കുക തന്നെ. വീട്ടില് ജോലി ചെയ്യണ പെണ്ണുങ്ങളൊക്കെ പട്ടിയെ പോലെയാണെന്ന് പറഞ്ഞ അങ്ങനെയാണോ? ജോലി എടുക്കുന്ന എല്ലാ പെണ്ണുങ്ങളും കാര്യമില്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എത്ര നാളായെന്നറിയാമോ 5 മണിക്ക് എഴുന്നിട്ട് ഞാൻ ഈ അടുക്കളയിൽ കയറുന്നതാ. അത് കഴിയുമ്പോൾ തുണി അലക്കാനുണ്ടാവും, അത് ചെയ്യേണ്ട ഇതുണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോൾ തയ്ക്കാനിരിക്കണം. രാത്രി ആവണ വരെ ഞാൻ ഇവിടെ ഈ ഒറ്റയ്ക്ക്. ക്ലീറ്റോ അങ്ങ് പോയ വഴി. ആ നേരത്ത് ഞാൻ ആ റേഡിയോ വെച്ച് എന്തെങ്കിലും പാട്ടൊക്കെ കേട്ട് അച്ഛൻ്റെ ഒച്ച കേൾക്കണ പോലെ എനിക്കത് കേൾക്കുമ്പോൾ അതൊന്ന് കേടായിട്ടിരിക്കണം. എത്ര നാളായി ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്ന് കേൾക്കണല്ലോ. അപ്പൊ അതാണ് ഈ പ്രശ്നം. ഈ ചാട്ടത്തിന്റെ കാര്യം അതാണ്. ഇത് അറിയണ്ടേ അമ്മ? ഇത്ര നാളും പറഞ്ഞാ എന്താ പിന്നെ? അതിനൊക്കെ ഓരോ അമ്മ, ഒന്നാമത്തെ കാര്യം അത് നന്നാക്കണ പൈസ വേണ്ട, ഒരു പുതിയതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട, എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഈ മാട്ട സാധനം നന്നാക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ പറയരുതേ. ആ റേഡിയോയുടെ അകത്തുള്ള സാധനങ്ങൾക്ക് എന്തുമാത്രം വില കൂടിയ സാധനങ്ങളാണെന്ന് അറിയാമോ? ഇന്നത്തെ വിവരമുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അയ്യോ, ഇന്നത്തെ വെറും ലോക്കലല്ലേ അത്. അന്നത്തത് അങ്ങനെയല്ല എന്റെ പൊന്നെ. ഞങ്ങള് ലഡാക്കിലായിരിക്കുമ്പോ എന്തോമാരം പാട്ട് കേട്ടതാണെന്നറിയാമോ? നല്ല നല്ല ഹിന്ദി പാട്ടുകളൊക്കെ അല്ലയോ കേൾക്കുന്നത്. എന്താണ് ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ, അക്ഷരങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോയി. വർഷങ്ങളായില്ലയോ. അങ്ങനെ ഒരു പാട്ടുണ്ടോ? അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞതിനാണ്. അയ്യോ, ഒന്ന് നന്ദി കൊടു. ഇത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയണേ. എന്നെ പോലൊരു പ്രമുഖൻ ഈ സാധനം തൂക്കി റോഡിൽ കൂടി നന്നാക്കാൻ കടകൾ കയറി ഇറങ്ങി അതിന്റെ നാണക്കേടിനെ കുറിച്ച് ആലോചിക്കുന്നു. നാണക്കേട്ടിന്റെ കാര്യം ഒന്നും പറയണ്ട. ഒരു കവറിനകത്തിട്ട് പോയി ഞാൻ കൊടുത്തേച്ചാ മതി. കൊണ്ടുപോണത് വേണ്ട, ഞാൻ നന്നാക്കാൻ കൊടുത്തോളാം. എനിക്കിപ്പോ ആരുടെ സഹായം വേണ്ട. നേരെ ഇരിക്കണ്ടോ നീ? നന്നാക്കി തരാം. അതിന്റെ തല കേടാക്കല്ലേ. ഇതുവരെ കേൾക്കൂല അല്ലേ? എന്തോ നാടി തങ്കം, നീ ആ കൊച്ചിനെ കൊല്ലാതിരിക്കും. എന്റെ പൊന്നു മോളെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തല ചെപ്പി കെട്ടിക്കൊണ്ട് പോകൂടെ? അവർക്ക് 2 എണ്ണം കിട്ടേണ്ട കുറവുണ്ട്. ഒന്നും സമയത്ത് ചെയ്യൂല, എല്ലാം ചെയ്തു കൊടുക്കണം. 2ന്റെ അടി കിടന്ന് കൊള്ളണം. അത് എന്തായാലും കൊള്ളാം അതിന്റെ കാര്യം. നീ ഇവിടെ തല്ലും വഴക്കൊന്നും വേണ്ട. ഞാൻ ആ സാധനം കൊണ്ടുപോയി നന്നാക്കി കൊണ്ട് വരാം കേട്ടോ. എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് റെഡി ആണെന്ന് അറിയാത്ത രീതിയിൽ ഒരു കവറിലിട്ട് എടുത്ത് പോയി ഞാൻ കൊണ്ടുപോകാം. റെഡി ആയിട്ടുണ്ടെങ്കിൽ പ്രമുഖര്
ഇനി തൊട്ട് തനിച്ച് മുടി പോയി ഡ്രസ് എവിടെ? ഞാൻ പോയത് ശരിയാവൂല. വന്നാ മതി അമ്മൂമ്മ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ആ കട അടഞ്ഞു കിടക്കണമെന്ന് നിനക്കറിയാം. 1 മാസമായിട്ട് അടഞ്ഞു കിടക്കല്ലേ? എന്നിട്ട് നീ പറയാത്തല്ലേ? ഇന്ന് തോന്നാലോ വിചാരിച്ചു. നീ കളിക്കരുത്, എന്നെ കൊണ്ട് പോലെ പറയിപ്പിക്കരുത്. അളിയാ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നമുക്ക് അറിയുന്ന കടയുണ്ട് അവിടെ കൊണ്ടുപോകുന്നു. അപ്പൊ നിനക്ക് ഇവൻ തന്നെ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അവൻ അനുഭവിച്ചോ? ഞാൻ വിചാരിച്ചു അവന്റെ കടയാകുമ്പോൾ പൈസ അവൻ കൊടുക്കാമല്ലോ. പൈസ അവൻ കൊടുത്തത് തന്നെ. ഇപ്പൊ എല്ലാം നടന്നല്ലോ. ഇതാണ് നമ്മുടെ കല. ഇങ്ങോട്ട് വേണം. ആ പിന്നെ ദിലീഷേ, അതെ എൻ്റെ വൈഫിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അവളുടെ അച്ഛൻ ലഡാക്കിൽ പട്ടാളത്തിലായിരുന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത റേഡിയാണ്. കുറെ നാൾ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് പാടുന്നില്ല. ഒന്ന് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അതായത് നല്ല വർക്കിംഗ് ആയിരുന്നാണ്. പെട്ടെന്ന് ഒരു ദിവസം എന്തോ ഒരു ഇതില് അന്ന് മഴ പെയ്തില്ലേ? ഇപ്പൊ ഒരു മൂളിന് മാത്രമേ ഉള്ളൂ. അന്ന് പറ്റിയതാ. നോക്കിട്ട് പറയാം. നല്ലോണം നോക്ക് കേട്ടോ. ഓ പിന്നെ അവളുടെ അടുത്ത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു, ഞാൻ നല്ല വേറെ പുതിയ ഒരെണ്ണം മേടിച്ചു തരാം. അപ്പൊ ഇത് തന്നെ മറ്റേ ഹവിൽദാരാണിത്. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ, അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആണ്. എന്തോന്നടേ ഇത്? നമുക്കുണ്ട് അച്ഛനൊക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇവിടെ വന്ന് നന്നായി. കാര്യം എന്താണെന്നറിയോ, ഏത് പുരാവസവും നന്നാക്കി തരും. ആളും മിടുക്കനാ. ചെക്കനെ കണ്ടറിയാം, മിടുക്കനാണെന്ന് അറിയാം. എന്റെ ഒരു കട നടരാജ, നീ ഒരു തോൽവിയായി പോയി കേട്ടോ. പറയാതിരിക്കൂല മനുഷ്യനാ. വേണ്ട വേണ്ട, ഇത് ശരിയാകത്തില്ല കേട്ടോ. ഇത് ശരിയാകത്തില്ല. ഇത് വളരെ വളരെ പഴയ സാധനമാണ്. ഇതിന്റെ സ്പെയർ ഒന്നും കിട്ടാനില്ല. അല്ല മോനെ, ഇത് ഒന്നുകൂടെ നന്നായിട്ട് നോക്കിയിട്ട് ഒന്ന് ചെയ്യാൻ നീ ഒന്നുകൂടെ നോക്കടാ. ഇത് സ്പെയർ സംഭവം ഒന്നുമില്ല. നമ്മള് കിട്ടില്ല, സ്പെയർ കിട്ടാനില്ല. വളരെ ഇപ്പൊ ഇതിനകത്തൊരു മൂളനുണ്ട്. ഒരു പാട്ടാക്കി തന്നാ മതി. നീ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ അത് നോക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും ആലോചിച്ചു. ഇനി ഇതും കൊണ്ട് ഇനി എനിക്ക് കയറാനൊന്നും വയ്യ. ഭീമപള്ളിയില അവിടെ ആരുണ്ട്? ഒരു കാര്യം ചെയ്യും, നീ മുമ്പേ പൊക്കോ, ഞങ്ങൾ പറയാ വരാം. ഭീമപള്ളിയിൽ എത്തിയിട്ട് നീ ആ കട ഒന്ന് തുറന്ന് നോക്കിയിട്ട് അവിടെ നിൽക്കുകയും ഞങ്ങൾ പറയാ വരാം. തുറന്നു നോക്കിയിട്ട് വിളിച്ചാൽ മതി. അവിടെ പോയിരുന്ന് കട തുറന്ന് നോക്ക്, ഞങ്ങൾ പറയാ വരാം. ഞങ്ങൾ വരാം. ചെല്ലു വിട്ടോ വിട്ടോ. തങ്കം തങ്കം, കർത്താവേ, മഴയെങ്കിൽ മഴ, ചൂടെങ്കിൽ ചൂട്. ഇച്ചിരി വെള്ളം തന്നേടി. വെള്ളം എടുത്തേ. പറ്റണ്ട. റെഡിയായി. അതല്ല, നടന്ന് കിടന്ന് ഞാൻ റെഡിയായി. ഇനി കയറാൻ ഒരു കടയില്ല. എടി, ഈ ജാമ്പോന്റെ കാലത്ത് ഈ സാധനം ഒന്നും റെഡിയാക്കാൻ പറ്റൂല. ഇതൊക്കെ നന്നാക്കാൻ അറിയാന്നുള്ള പണിക്കാരൊക്കെ ഉണ്ടല്ലോ. നിന്റെ അച്ഛൻ മരിച്ച സമയത്ത് തന്നെ അവരൊക്കെ പോയി. നിങ്ങൾ ഇത് കടയിലൊന്നും കൊടുത്തു കാണൂല. അത് തന്നെ കാര്യം. തുടങ്ങി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കില്ല. ഒന്നാമത് അലഞ്ഞു വെയിലും കൊണ്ട് ക്ഷീണിച്ച് വരുമ്പോഴാണ്. ഇതിനിപ്പോ എന്താ ക്ലീറ്റോ കുഴപ്പം? എനിക്കറിയില്ല. ഞാൻ കാണിച്ചു 2-3 കടയെ കാണിച്ചു. അപ്പോൾ അവന്മാരൊക്കെ പറയണം, ഇത് വെറുതെ സാറാ, ഇത് നന്നാക്കാൻ പറ്റൂല. നിങ്ങൾ ഇതിനോട് പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കുക ഭാര്യയ്ക്ക്, അത്ര ഇഷ്ടമാണെങ്കിൽ. എനിക്ക് പറയാൻ പറ്റുമോ നിന്റെ അച്ഛനാണ്, അച്ഛൻ്റെ ഇതാണെന്നൊക്കെ എനിക്ക് അവരെ അമ്മഅടുത്ത് പറയാം. നിങ്ങൾ പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് ശരിയാവൂല. നിങ്ങൾ കൈവയ്ക്കണതൊന്നും അല്ലെങ്കിലും ഗുണാവൂല. തുടങ്ങി അവള്. തുടങ്ങിയവള് നീ കൂടുതൽ ഇതാക്കല്ലേ തങ്കം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുപോയതും കുഴപ്പമായി, കൊണ്ടുപോയതും കുഴപ്പം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ പറഞ്ഞാൽ മതി. എനിക്കറിയാം ഇത് എന്താ ചെയ്യേണ്ടത്. എൻ്റെ ആങ്ങളെ വരട്ടെ, അവൻ ശരിയാക്കി തരും. ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിന് ഞാനും ഇടപെടൂല, എൻ്റെ കാര്യത്തിന് നിങ്ങളും ഇടപെടണ്ട. എഞ്ചിനീയർ ആണോ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാണാനൊന്നുമില്ല. നിങ്ങൾ ഇന്ന് ശരിയാക്കി തരും എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും നാളും വെച്ചോണ്ടിരുന്നു. അയ്യോ, ശരിയാക്കി, ഇപ്പൊ ശരിയാക്കി. കാണാം. ഇത്തിരി വെള്ളം തരുമെന്തോ? നോക്കട്ടെ. ഓ വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോളാം. ഇറങ്ങി. എന്തോ നാടാ കിടന്ന് വിളിച്ചു പോകുന്ന രാവിലെ. അവളകത്ത് ജോലി ചെയ്യുന്നു. എന്റെ ഹെൽമെറ്റും സ്ക്രൂ ഡ്രൈവറും എടുക്കാൻ പറയാം. എവിടെ? അവനെ നിനക്ക് അങ്ങോട്ട് എടുത്തൂടെ? കുരുണ്ടാ. അത് അവിടെ നിന്ന് മേടിച്ചില്ല, അവക്കൊരു വിഷമാണ്. അതുകൊണ്ടല്ലേ. ശരി, പാസിൽ അങ്ങ് നേരിട്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പോവാണോ നീ? ഒരു കാര്യം ചെയ്യോ,
പൈസ അല്ല ദേ, ഇത് കളഞ്ഞില്ലേ അമ്മ? ഇത് അച്ഛൻ കൊടുത്തിട്ട് റെഡി അല്ലേ നിനക്ക്? കളയണ എങ്ങനെ? എന്റെ അച്ഛനെ കളയാൻ പറ്റുമോ എനിക്ക്? കളയാൻ പറഞ്ഞേ അച്ഛൻ അല്ല പറഞ്ഞത് റേഡി, പഴയ റേഡി. പഴയതായാലും അത് അവിടെ ഇരുന്നോട്ട് വലുതാർ എന്ന് ഒന്ന് കൊടുത്തതാ. ശരിയാക്കി താടാ. അല്ല അത് ക്ലീറ്റസ് ശരിയാക്കാന്ന് പറഞ്ഞതാണ്, ശരിയാക്കിയില്ലേ ഇതുവരെ? അതിനേപ്പിച്ച് എന്ത് നടക്കാനാ? ഒന്ന് നടക്കുവോ? കൊണ്ടുപോയിന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കടയെ കൊണ്ട് കാണിച്ചെന്ന്. നാത്തൂന് അതിന് ഏട്ടൻ പഠിച്ചത് ഇലക്ട്രിക്കൽ അല്ലേ, ഇലക്ട്രോണിക്സ് അല്ലല്ലോ. രണ്ടായാലും കറണ്ട് തന്നെയല്ല, അതൊന്ന് ശരിയാക്കി കൊടുക്കും. ഇപ്പൊ എന്താണ് കുഴപ്പം? ഇപ്പൊ എന്താണ് പ്രശ്നം? അതിന് എന്നുള്ളൊരു ഒച്ച മാത്രമേ കേൾക്കണുള്ളൂ. എങ്ങനെ? അത് നീ പോയപ്പോ തിരിച്ചു വിളിച്ചായിരിക്കും, അച്ഛൻ ഇവിടുന്ന് വിളിക്കുന്നതായിരിക്കും. ഇവൻ ഇച്ചിരി പുച്ചിക്കല് കൂടുതലാണ് കേട്ടോ. 100 രൂപ കൊടുത്താ നല്ല അടിപൊളി റേഡിയോ കിട്ടും. 100 രൂപ കൊടുത്ത അച്ഛനെ കിട്ടുവാടാ. ഓ അങ്ങനെ. അപ്പൊ ഞാൻ 1000 രൂപ അങ്ങോട്ട് അച്ഛൻ തരുന്നു എനിക്ക്. നിനക്കിപ്പോ ഇതൊന്നും നന്നാക്കി തരാൻ പറ്റുവോ? ആ നോക്കട്ടെ. അതാ ചോദിച്ചുള്ളൂ. നോക്കിയാ പോരാ. കേൾക്കുന്നു. വൈകുന്നേരം കൊണ്ടുവരുമോ? വൈകുന്നേരം ആക്കണതിന് അമ്മ ഇതൊരു കടയെ കൊണ്ട് കൊടുക്കുക, അല്ലെ ഞാനൊന്ന് നോക്കുക, അതിനൊക്കെ സമയം എടുക്കൂലേ? ഇത് ഇരിക്കുന്ന കാലം കിട്ടും ആരെങ്കിലും? എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റണില്ല. ഇത്രയും നാൾ അതിനകത്ത് വെച്ച് പൂട്ടിയപ്പോ പാട്ട് കേൾക്കണ്ടായിരുന്നു നിനക്ക്. ഇപ്പൊ എങ്ങനെ തോന്നുന്നു നിനക്ക് പാട്ട് കേൾക്കാൻ? അവിടെ വല്ല തിരക്കുവാണെങ്കിൽ അവർക്ക് അതൊക്കെ നോക്കിയിട്ടല്ലേ ഇത് മതി എന്തായാലും മറക്കാതെ കൊണ്ട് തരണേ. ഓ എന്തെങ്കിലും പറഞ്ഞു. അല്ലല്ല, അവൻ നേരത്തെ ഓഫീസിലിട്ട് വരാന്ന് പറഞ്ഞു. ഓ ഇനി അങ്ങ് വരെ എന്റെ കൊച്ചു നടക്കണോ? ഞാൻ കവറിലിട്ട് തന്നോ? വേണ്ടേ? ഡി എന്താ ഉണ്ടാക്കിയത്? ഇവിടെയാ ദോശയും ചമ്മന്തി. വെള്ളച്ചമ്മന്തി അരച്ച ചമ്മന്തിയാണോ? എന്താ ഇത് ചമ്മന്തി ഇതാ. അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇവിടെ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ഇനി ഒരു തേങ്ങയുള്ളൂ, അത് പൊട്ടിക്കണ്ടേ? ഓ വേണമായിരിക്കും, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇതിപ്പോ എന്താണ്ട് പരിപാടി? കണ്ടിൽ നിന്ന് കുരുവാ. എടാ ഈ പഴയ സാധനം ഇനി നന്നാവൂല്ലോ. ഇത് കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞ്. എടാ എനിക്ക് പുതിയ ഒന്ന് വാങ്ങിയാ പോരെ, അതിനധികം പൈസ ഒന്നും ആവൂല. ചേട്ടാ അതുകൊണ്ടല്ല എനിക്ക് അറിഞ്ഞൂടത്. പിന്നെന്താ? ഇത് അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തങ്കം സൂക്ഷിക്കുന്ന ഒരു റേഡിയോ ആണ്. അപ്പൊ അതങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇനി അത് ഇതാക്കണ്ടല്ലോ. ഇതിന്റെ പഴക്കം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, അച്ഛൻ്റെ ഓർമ്മക്ക് എൻ്റെ അച്ഛൻ സൂക്ഷിച്ച സാധനമാണോ? പോടാറുണ്ട്. ഇത് നമ്മളെ നല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ കൊച്ചായിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇത് അവൾക്ക് കൊണ്ട് മേടിച്ചിട്ട് കൊടുത്താ. അപ്പൊ അതുകൊണ്ട് അവൾ അതിങ്ങനെ വലിയ നിധി പോലെ സൂക്ഷിക്കുന്നതാണ്. അല്ലേ നേരത്തെ എപ്പോഴും ദൂരെ കളഞ്ഞേ. ഇത് അവൾ ക്ലീറ്റോ കൊണ്ടുപോയതാണ് കടയിൽ. അവൻ 2 ദൂരെ കൊണ്ടുപോയിട്ട് ശരിയാവില്ല നമ്മൾ തിരിച്ചു കൊടുത്താ. അപ്പൊ അവൾക്കൊരു വിശ്വാസം ഞാനിത് അങ്ങ് ശരിയാക്കി കൊടുക്കുമല്ലോന്നുണ്ട്. പിന്നെ ഇതിന്റെ പണിയൊക്കെ അറിയാലോ. കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ എന്നെ പണ്ട് അവർ വിളിക്കുന്നത് ന്യൂട്ടൻ എന്നാണ്. ന്യൂട്ടൻ. ഇതുണ്ടല്ലോ, എന്താണ് ശിക്കാരി ശംഭു. പെട്ടെന്ന് ശരിയാക്കി കളഞ്ഞ്. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർ പൂരം, മണ്ണാർക്കാട് പൂരം. പിന്നെ അല്ല കാടിറങ്ങി ഞാനും കാണാൻ പൂരം, മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. നമ്മുടെ റേഡിയോ ശരിയായി. ആ ശരി ശരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരും. ആ അല്ല ഫോൺ പിന്നെന്ത് പറയാ. ഹലോ. ശരി ശരി ശരി. ഓക്കെടാ ശരി. ഫോണേ ഇത് കേൾക്കുന്നില്ലല്ലോ. ഇത് എവിടെ നിന്ന് കേട്ടത്? ഫോൺ ആസലേ ആ എന്താണ് ഇതാ ഇവിടെ എന്തു കട്ടായ ആ ഒരു ഉണ്ട് ഇവിടെ വെച്ചാ എന്താ അവിടെ പോയി. എനിക്ക് ഇങ്ങനത്തെ ഫോൺ ഇഷ്ടമല്ല. ഇല്ല അവിടെ ഞാൻ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. നന്നാവില്ലെന്ന് പറഞ്ഞില്ലടാ. പക്ഷെ എങ്ങനെയാ ഇനി വീട്ടിൽ പോകുന്നത്? അത് നന്നായെന്ന് പറഞ്ഞു പോയി. ഇതിലെ പാട്ട് കേട്ടപ്പാ ലോക തോൽവി.
നിന്റെ ഫോൺ എടുത്ത് വിടാനാ വെക്കുന്നത് ചുമ്മാ. തങ്കം റേഡിയോ ഇരിപ്പുണ്ട്. റേഡിയോ ഇവിടെ ഇരിപ്പുണ്ട്. കനക ഇത് കേക്കണില്ലല്ലോ. അമ്മേ കനക ഇതിന് ഒച്ച കേക്കണില്ലാന്ന്. ഇത് കേക്കണില്ല ക്ലീറ്റോ, ഒന്നും കേക്കണില്ല ഇപ്പൊ. എവിടെ കൊണ്ടുപോയത്? ഇത് കനകന്റെ കയ്യിൽ ഞാൻ ശരിയാക്കാൻ കൊടുത്തതാ. ഇത് ഞാൻ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ. 2-3 കടയെ കാണിച്ചപ്പോൾ ശരിയാക്കാൻ പറ്റില്ല. ഇത് ലോകത്തൊരിടത്ത് ശരിയാക്കാൻ പറ്റാത്ത സാധനമാണ്. അയ്യോ ഇതെന്താ പറ്റിയ? ശരിയായില്ലേ? ഇല്ല. കനകനെ വിളിച്ചേട്ടാ. കനക വലിയ എഞ്ചിനീയർ അല്ലേ അവൻ? ഇത് ആരെ കൊടുത്തത്? എന്റെ അച്ഛൻ. അച്ഛനാ? ഓ കനക എടാ കനക എന്താണ് ഇതെന്താ കേക്കാത്തത്? ഇത് കേൾക്കുന്നില്ലെന്ന്. പിന്നെ ഏത് കേൾക്കുന്നില്ല? റേഡിയോ. എടാ ഈ റേഡിയോയിലാ ഒച്ച ഇപ്പൊ കേക്കണില്ലെന്ന്. ശരിയാക്കിക്കൊണ്ടല്ലേ വന്നത്. ശരിയാക്കിയല്ലേ തന്നല്ലേ അത്? ശരിയാക്കി ഇവിടെ ഞാൻ എടുത്ത് നോക്കിയപ്പോ ശരിയായിട്ടില്ലല്ലോ. നീ എങ്ങനെ ശരിയാക്കും? നീ എവിടാ ഞെക്കിയത്? ഇവിടെ അല്ലേ? ഹലോ, ഇത് ഞാൻ കുറെ കടകളിൽ കയറി ഇറങ്ങിയപ്പോൾ ഇത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം നീ ഒന്ന് ശരിയാക്കി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നടേ. അളിയ ആവശ്യമില്ല സംസാരിക്കരുത്. പിന്നെ എന്ത് റേഡിയോ ഒന്നും മിണ്ടാത്തത്? KSB ഓഫീസിൽ എന്നെ വിളിച്ചിരുന്നോ? പാട്ട് കേൾപ്പിച്ചായിരുന്നോ? റേഡിയോ ശരിയായെന്ന് പറഞ്ഞായിരുന്നോ? കേട്ടോ, പിന്നെന്താ കുഴപ്പം? അത് ഞാനിവിടെ ശരിയാക്കി കൊടുത്ത സാധനമാണ് ഇല്ലാതാക്കിയ. അവളെ എവിടെ പിടിച്ച് ഞെക്കിയിട്ടുണ്ട്? അത് കണ്ടു. ഞാൻ എനിക്ക് അറിയാൻ പാടില്ല എന്റെ അച്ഛന്റെ റേഡിയോ എന്താ ചെയ്യേണ്ടതെന്ന്. നോക്ക് ഇവിടെ ഓൺ ചെയ്ത് നോക്കടാ. അമ്മ ഞാൻ ശരിയാക്കി കൊണ്ട് കൊടുത്ത എനിക്ക് പറ്റില്ല. എനിക്ക് ആ ഒച്ചയെങ്കിലും കേൾക്കണം. മര്യാദക്ക് ശരിയാക്കി താ. എന്താ ഇതിനകത്ത് ഒച്ച ഉണ്ടായില്ല. എന്താ ചെയ്തിട്ടുണ്ട് അതിനകത്ത്? പിന്നെ അല്ലാതെ ഇതിനകത്ത് ഒച്ച ഞാൻ ഈ റേഡിയോ അവിടെ കൊണ്ടുവച്ചു ശരിയാക്കിട്ട് അവിടെ കേൾപ്പിച്ചാണ്. കേട്ട് അയ്യോ ശരിയായി. അളിയന്റെ ഫോണാണ്. അല്ലടേ പാട്ട് നമ്മുടെ റേഡിയോയിലാ. പേടിച്ചു പോയ ലോകത്ത് ആര് വിചാരിച്ചാലും ശരിയാത്ത റേഡിയോ അല്ലേ? എന്റെ ആങ്ങളെ പുഷ്പം പോലെ ശരിയാക്കിയത് കണ്ടോ നിങ്ങള്? അച്ഛന്റെ ഓർമ്മയെ ഇങ്ങനെ മനസ്സിലുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, നമ്മൾ അച്ഛനെ ധ്യാനിക്കണോടി. അച്ഛൻ എപ്പോഴും അല്ലേ അമ്മേ? മനസ്സിൽ ധ്യാനിച്ചിട്ട് ഓൺ ചെയ്ത് കിട്ടിയാനത്. അത് വളരെ ഈസി അല്ലേ? വേറൊരു കാര്യം പറഞ്ഞു. ഒരു മിനിറ്റ്. മേരി ചേച്ചിയുടെ നമ്പറിൽ ഇനി നശിപ്പിച്ചിട്ടായിരുന്നു കൂവി വിളിക്കാൻ. ഹലോ മേരി ചേച്ചി. കൊണ്ടുവരിട്ട് ആ സാധനം കൊണ്ടുവരാൻ ശരിയാക്കി തരും. ഓ ഇപ്പൊ തന്നെ കൊണ്ടുവരൂ. ശരി ശരി ശരി. എടാ മേരി ചേച്ചിയില്ലേടാ കുടുംബശ്രീയിലല്ലേ? നീ എന്നെ ഫോൺ ചെയ്തില്ലേ KSBന്ന് റേഡിയോ ശരിയായെന്നും പറഞ്ഞ്. അപ്പൊ ഞാൻ കുടുംബശ്രീയിൽ നിൽക്കായിരുന്നു. അപ്പഴാ പറഞ്ഞത് മേരി ചേച്ചിയുടെ ഇൻഡക്ഷൻ കുക്കർ ചീത്തായി പോയി. ഞാൻ പറഞ്ഞപ്പോ നീ ശരിയാക്കി തരുമെന്ന്. ഇപ്പൊ കൊണ്ടുവരും. ഒന്ന് ശരിയാക്കി കൊടുക്കണോട്ടാ. സൂക്ഷിച്ചേ. ഇതാണ് ഞാൻ പറയണത്. എന്റെ ആങ്ങളെ സംഭവം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. കണ്ടു പഠിക്കവൻ. കൈ വെച്ചാ പൊന്നു. Alien versus Alien.